ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെ അടുത്തും ആദ്യം തന്നെ പറയട്ടെ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ മുബാറക്. അപ്പം നിങ്ങളെല്ലാം നോമ്പ് എങ്ങനെയുണ്ട്? ഇപ്പം നാട്ടിലിപ്പം 2 ആയിട്ടുണ്ടായിരിക്കും, ഇവിടെ 3 ആയിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം കുറച്ച് ബിസിയായിപ്പോയി, സോറി കേട്ടാ. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതന്നെ ഞാൻ നോമ്പ് 1-നായിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് എടുക്കാൻ വിചാരിച്ചാണ് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാൻ, പക്ഷേ സാഹചര്യം നമുക്ക് ഒത്തു വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ നോമ്പ് 1 നമുക്ക് ഇവിടെ ചായക്കടയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അന്ന് ഫുഡാക്കിയിട്ടുമില്ല കേട്ടോ. അപ്പം അന്ന് രാത്രി ഞാനിതാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സമയം ലാഭിക്കാനും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കലുണ്ട്. ഈ നോമ്പിനെല്ലാം കിച്ചണിൽ കൂടുതലും നമ്മൾ സമയം ചിലവാക്കരുത്. നമ്മളെപ്പോഴും നമുക്ക് പ്രാർത്ഥനക്കാണ് ടൈം കണ്ടെത്തേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് പണി കഴിച്ചിട്ട് പോരാ. അപ്പം ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഞാൻ ചെയ്ത് വെക്കലില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കൂടുതൽ ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കലുമില്ല. പിന്നെ സ്റ്റീം ചെയ്തിട്ട് അങ്ങനത്തെ എല്ലാം. പക്ഷെ നമ്മൾ 2 പേരല്ലേ, നമുക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ കുറേ പണിയുള്ളവർക്കെല്ലാം അതെല്ലാം ചെയ്ത് വെക്കട്ടെ. പക്ഷെ ഞാൻ ചെയ്ത് വെക്കലില്ല, എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് മസാലകൾ, പിന്നെ ഹെൽത്തി ജ്യൂസിനായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഫെയറിലും കുറച്ച് ഓയിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ഞാനിതാ മസാല അരക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കലാണ്. ഇതിപ്പം ഗ്രീൻ മസാലയൊക്കെ ഉള്ളതാണ്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യം അരച്ചിട്ട് വെക്കാമെന്ന്. കാര്യം ഇപ്പം നോമ്പിന് നമ്മൾ മീൻ അങ്ങനെ കൂട്ടില്ല, അപ്പോൾ ഇറച്ചി വകയല്ലേ എടുക്കലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറച്ചിക്ക് നമ്മൾ കൂടുതലും ഗ്രീൻ മസാലയും റെഡ് മസാലയാണ് യൂസ് ആക്കല്. അപ്പം ഞാൻ അത് അരച്ചിട്ടാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ മസാലപ്പൊടി കൂടുതൽ യൂസ് ആക്കലില്ല, എപ്പോഴെങ്കിലൊക്കെ യൂസ് ആക്കലുള്ളൂ. ഇങ്ങനെ അരച്ചിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. ആ ഒരു കറി ആയാലും എന്തായാലും ഫ്രൈ ആയാലും ഒക്കെ. അപ്പോൾ ഞാൻ ഗ്രീൻ മസാലയ്ക്ക് ഒരു 10-30 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും. തീരെ എരിവില്ലാത്ത വലിയ പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ല, അതിലേക്ക് 3 ഇവിടെ 1 ദിർഹത്തിന് ഇങ്ങനെ മല്ലിയില കിട്ടുമല്ലേ, 3 കെട്ട്, അങ്ങനെ 3 കെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം ഒഴിവാക്കിയതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. പിന്നെ പുതിനയില 2 കെട്ടെടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തണ്ടെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇങ്ങനെ പച്ചമസാല എല്ലാം അരക്കുമ്പോൾ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പം പച്ചമസാല അരക്കാനല്ല, ഇതെനിക്ക് ജ്യൂസ് ആക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുത്തിട്ടുണ്ട്. നല്ല മണമുള്ള എടുക്കുക കേട്ടോ. പുതിനയില 2 കവർ എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുത്തിട്ട് അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ കറിവേപ്പില ഞാൻ എപ്പോഴും ചെയ്ത് വെക്കുന്ന കേട്ടോ. കാര്യം നമ്മൾ ഇങ്ങനെ ഓയിലിടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ വെള്ളത്തോട് കൂടി ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം കൊടുന്ന പാട് കഴുകിയിട്ട് അങ്ങനെ ടിഷ്യൂവിൽ വെച്ചിട്ട് വെള്ളമെല്ലാം ചോർത്തിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ്. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ തെറിക്കൂല, അങ്ങനെ ഓയിലെല്ലാം എടുത്ത് സ്പ്രെഡ് ആവില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കഴുകാനും വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓയിലില്ലാതെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചും കുറച്ച് പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. കൂടുതൽ പേസ്റ്റാക്കുന്നില്ല, കുറച്ച് പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴല്ലേ കുറച്ച് ലേറ്റായി പോകും. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് അല്ലെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് ചതച്ചിടലാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനും ബാക്കി മസാലകൾ അരക്കുന്നതിലേക്കും യൂസ് ആക്കാനുള്ളതാണ്. പിന്നെ മുളക് കേട്ടോ. ഇത് വള്ളിമുളക് എന്ന് പറയും, ഉപ്പളത്തെല്ലാം അവിടുന്ന് ഉപ്പളത്തുനിന്ന് വാങ്ങിച്ചാട്ടാ. കാശ്മീരി മുളകില്ലേ അത്. അപ്പോൾ എരിവില്ലാത്ത മുളകാണ് കേട്ടോ. എരിവുള്ളതും ഇത് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഇത് എരിവില്ലാത്ത മുളകാണ്. പിന്നെ മല്ലി ഇത് ഞാൻ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 ഐറ്റംസൊക്കെ വേണം, അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് ഒരു 10-30 ഉണ്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം നല്ലോണം കഴുകിയിട്ട് ഊറ്റിയിട്ട് എല്ലാം വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി മുളക് അതുപോലെ തന്നെ മല്ലി ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കട്ടെ. മുളക് എല്ലാം നല്ല കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പം കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ളത് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വറക്കണം കേട്ടോ. അപ്പോൾ ചട്ടി കുറച്ച് കൂടുതൽ ഞാൻ അപ്പുറം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരിഞ്ഞതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ളത് ഞാൻ എന്തൊക്കെയാ അറിയോ, എയർ ഫെയറിലിട്ടിട്ട്
ടൈമർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ഞാൻ കാണിക്കാം. ഇനി ഇതാ മല്ലിയും അങ്ങനെ തന്നെ എയർ ഫ്രയറിൽ ചെയ്തെടുക്കട്ടെ. ഞാൻ പിന്നെ നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഫ്രൈ എടുക്കട്ടെ ചെയ്തത്. മല്ലിയെല്ലാം പിന്നെ ഫ്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതല്ല, ഒരു ഇങ്ങനെ നിൽക്കിയാൽ ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ അങ്ങനെ ഇട്ടാ. മുളകും അങ്ങനെ ചെറിയ തീയിൽ വേണം. എൻ്റെ അടുത്ത് നമുക്ക് വേറെ പണി ഞാൻ അപ്പുറം പോയതുകൊണ്ട് അങ്ങനെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുളകെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ മല്ലി ഇട്ടാൽ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മല്ലി വറുത്തെടുത്തിട്ടുണ്ട്. മല്ലിയുടെ കൂടെ തന്നെ നിന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ അങ്ങനെ നോക്കിയിട്ട് വറുത്തെടുത്താൽ എന്നിട്ടാ. മുളക് വറുത്ത തന്നെ പണി വാളിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഞാൻ എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രം 10 മിനിറ്റ് ഒന്നും ആവണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെയും വെക്കുക. അങ്ങനെ ഒരു 6 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളക് ഇതിപ്പം കരിയാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ എയർ ഫ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലി ആയാലും മുളകൊക്കെ ആയാലും അതിൽ വറുത്തെടുത്താൽ മതി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കരിയാതെ അങ്ങനെ കിട്ടിക്കോളും. ഇനി ഇതാ പച്ച മസാല നമുക്ക് അരച്ചെടുക്കുക. അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ കുറേ എൻ്റെ റെസിപ്പീസെല്ലാം ചെയ്തതാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. മല്ലിയില, പുതിനയില, ഞാൻ പറഞ്ഞല്ലോ 3 കെട്ട് മല്ലിയില, ഒരു 10-30 പച്ചമുളക് ഉണ്ടാവും. എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മൊത്തത്തിലിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം മല്ലിയിലയും പിന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മല്ലി 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ അരച്ചെടുക്കാൻ ഞാൻ ഒരു 4-5 കഷ്ണം ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 10-15 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരളവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നാന്ന്. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കൈയളവ് അങ്ങനെ അറിയുന്നു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അളവ് അറിയുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് അരച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. അരക്കുമ്പോൾ മല്ലിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ, നല്ല പേസ്റ്റ് ആവേണ്ട, കുറച്ചൊന്ന് ഇങ്ങനെ മുളകൊക്കെ അങ്ങനെ കിടക്കണം കേട്ടോ. അങ്ങനെ ക്രഷായിട്ട് അങ്ങനെ കിടക്കണം. നല്ലോണം പേസ്റ്റാക്കി അരക്കണ്ട. അപ്പോൾ അത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ചുവപ്പ് മസാലയ്ക്കുള്ളതാണ്. നമ്മൾ വറുത്ത് വെച്ച മല്ലി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ തന്നെ ഇത് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ആ കാര്യം ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം, പിന്നെ ബീഫ് കറി ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി, മട്ടൻ കറി എല്ലാം ഉണ്ടാക്കാം കേട്ടോ. പച്ചമസാലയിലായാലും എല്ലാ കറികളും ഉണ്ടാക്കാം. അപ്പോൾ അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-30 കാശ്മീരി മുളക് ഉണ്ടാവും. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ മല്ലിയില്ലേ പച്ചമല്ലി അതൊരു 3/4 കപ്പ് അത് വറുത്ത് വെച്ചത്, അതും കൂടെ മൊത്തത്തിൽ അരച്ചിട്ടതാ. ഞാൻ കുറച്ച് മിക്സിയിൽ കുറച്ചല്ലേ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് അരച്ചിട്ട് ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരച്ചതെല്ലാം ഫ്രീസറിലാണ് വെക്കുന്നത്. കാര്യം പിന്നെ കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ താഴെ വെക്കട്ടെ, ബാക്കി ഫ്രീസറിൽ വെക്കുക. ഒരാഴ്ചക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതിപ്പം നമ്മളെപ്പോഴാണ് ഉണ്ടാക്കുക, ചിലപ്പോൾ നോമ്പറക്കലുണ്ടായിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഫ്രീസറിൽ എടുത്തിട്ട് പുറത്ത് വെക്കലാണ്. ഇപ്പം ഗ്രീൻ മസാല ആയാലും ചുവപ്പ് മസാല ആയാലും ഞാൻ ഫ്രീസറിൽ തന്നെ കേട്ടോ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നോമ്പല്ലെങ്കിൽ ഞാൻ കുറച്ച് താഴെ വെച്ചിട്ട് ബാക്കി മുകളിൽ അങ്ങനെ വെക്കലാണ്. അപ്പോൾ താഴത്തെ കഴിയുമ്പോൾ പിന്നെ താഴേക്ക് പിന്നെ വെക്കും, അങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പം ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയും വെക്കട്ടോ. ഒരാഴ്ചയെല്ലാം കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ലാത്ത അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കടലയും വെള്ളക്കടലയില്ലേ അതും മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു ദിവസം മുഴുവനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നമ്മൾ അരിപ്പയിൽ അരിച്ചിട്ട് അവിടെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വെള്ളത്തുണിയിൽ അരിച്ചിട്ട് അവിടെ കെട്ടി വെച്ചാൽ മതി. ഇതുപോലെ മുള വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ കഞ്ഞി വെക്കൽ, അത്താഴത്തിന് കഞ്ഞിയാണ് വെക്കൽ. അപ്പം കൂടുതലും റൈസ് എല്ലാം ഒഴിവാക്കിയിട്ട് കഞ്ഞി വെക്കലാണ്. അപ്പം റൈസ് കുറച്ചെടുത്തിട്ട് ബാക്കി ഈ പയറുവർഗ്ഗങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം അങ്ങനെ റൈസ് ഇട്ട് കൊടുത്തിട്ട് കഞ്ഞി വെക്കലാട്ടോ. അങ്ങനെ കഞ്ഞി കുടിക്കൽ നമ്മൾ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇതും ഞാൻ കുറച്ചായിട്ട് ആക്കി വെക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തില്ലേനോ, അത് പച്ച മസാലയ്ക്കും ചുവപ്പ് മസാലയ്ക്കും അരച്ച് വെച്ച്. ഇനിയിപ്പം എനിക്ക് ഇറച്ചി മസാല ആയാലും പിന്നെ അതുപോലെ തന്നെ പച്ച മസാലേൻ്റെ കറി ആയാലും ഉണ്ടാക്കുമ്പം എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി മല്ലി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ആ ഒരു പേസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതാ ഇത് വേറെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. ഇത് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പം ബടക്കാവാതിരിക്കാൻ, അതായത് ഒരു സ്മെല്ല് വരാതിരിക്കാൻ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒരു വെള്ളമില്ലാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കട്ടെ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ബടക്കായി പോവും. പിന്നെ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ സ്പൂണിലൊന്നും തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനിയിപ്പം എല്ലാത്തിനും മസാലകൾക്കും ഒക്കെ വെള്ളത്തിൻ്റെ അംശം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് സ്മെല്ല് വരും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതാ ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെക്കുന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതലെല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വലിയ തളികയിലേക്ക് ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ കൊള്ളുന്ന പ്ലേറ്റ് ആവണം കേട്ടോ. എന്നിട്ട് പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ നിരത്തി കൊടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് കട്ടായിട്ട് വരുമ്പം അതിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സിബ്ലോ കവറിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഓരോരോ ക്യൂബ്സ് എടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പം കുറച്ചുണ്ടാക്കിയതുകൊണ്ട് ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ എന്താ ലെമൺ, ഒരു 5-6 ലെമൺ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് പിഴിയുന്നുണ്ട് കേട്ടോ. കാര്യം അതിൻ്റെ കുരുവൊന്നും കുടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇതാ കുറച്ച് നീരെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുതിനയിലല്ലേ നമ്മൾ കഴുകിയിട്ട് വെച്ച ആ പുതിനയില ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പിഴിഞ്ഞിട്ട് വെച്ച ലെമൺ ജ്യൂസില്ലേ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കട്ടെ. കുരു കുടുങ്ങാതെ നോക്കണം. അതിനാണ് ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു കഷ്ണം ഇഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് എല്ലാം ഉണ്ടാക്കുമ്പം ഈ ഒരു ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു ടൈമിൽ ഞാൻ പറയില്ല, നമ്മളിപ്പോൾ ഷുഗറെല്ലാം ഒഴിവാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അരിപ്പ വെച്ചിട്ടും വേണമെങ്കിൽ അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല. നല്ലോണം അരിച്ചതിന് ശേഷം ഇതാ നമ്മൾ ഐസ് ക്യൂബ് എല്ലാം ആക്കുന്ന ഒരു മോൾഡില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പം ഐസ് ക്യൂബ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ട് ഐസ് ക്യൂബ് ആയതിന് ശേഷം ഞാനൊരു സിപ്ലോ കവറിലിട്ടിട്ട് അങ്ങനെ വെക്കലാണ്. ഇത് നമുക്ക് ലെമൺ ജ്യൂസ് എല്ലാം ഉണ്ടാക്കുമ്പം അതിലേക്ക് ഒരു ക്യൂബ്സ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫ്രഷായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലെമൺ ജ്യൂസ് എല്ലാം ആക്കുമ്പോൾ ഇതൊറ്റ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ സാധാ വെള്ളത്തിലും ഇട്ടിട്ട് അങ്ങനെയും കുടിക്കട്ടെ. നല്ല ഫ്രഷ് ഫീലാണ് കിട്ടൽ. ഞാൻ ഓർമ്മയില്ലാതെ ഈ പുതിനയിലേക്ക് മല്ലിയില എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുതിനയില എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ജ്യൂസ് ആക്കിയിട്ട് വെച്ചത്. മല്ലിയിലേന്ന് പച്ച മസാലയൊക്കെ അരച്ചത്. ഓക്കെ. പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം ആ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ടിഷ്യൂ വെക്കട്ടോ. ഞാനിപ്പോൾ കുറച്ചായതുകൊണ്ട് അങ്ങനെ ടിഷ്യൂ വെച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ അംശം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ടിഷ്യൂ വെക്കാൻ നല്ലതാണ്. അടുത്തത് ഉള്ളി കട്ടിങ്ങാണ്. ഇത് എനിക്ക് ഫ്രൈ ചെയ്ത് വെക്കാനും വേണം. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് അങ്ങനെ വെക്കുന്നുണ്ട് ബോക്സിലാക്കിയിട്ട്. ഒരു 2 ദിവസത്തിനെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അങ്ങനെ വെക്കുക. ഒരു 7 ഉള്ളി എല്ലാം ഉണ്ട് കേട്ടോ. വെള്ളം ചോർത്തിയിട്ട് വെക്കുക. അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോളിട്ടാ. ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഉള്ളി ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കറിക്കൊക്കെ ആയാലും പെട്ടെന്ന് ഇങ്ങനെ വഴറ്റിയിട്ടും ഫ്രൈ ചെയ്തിട്ടെല്ലാം കിട്ടാനും നല്ലോണം സ്ലൈസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മസാലകൾ ബിരിയാണീൻ്റെ മസാല പെട്ടെന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനാ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ.
ഇതിപ്പോൾ നോമ്പിനും നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു കട്ടിംഗ് ബോർഡിന്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ആക്കൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടില്ല, അത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾ കണ്ടു നോക്കട്ടോ. എനിക്ക് ഇൻസ്റ്റ ID ഫാസല്ലു എന്നാണ്, അതിലൊന്ന് വന്നിട്ട് കമൻ്റ് ആക്കിയാൽ മതിട്ടാ. എനിക്ക് ഓണിയൻ കട്ടിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരുമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അത് ട്രെൻഡിയോളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, നാട്ടിൽ കിട്ടൂല കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദുബായിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഷെയർ ആക്കി കൊടുത്താൽ മതി ആ ലിങ്ക്. അപ്പം അവർ വാങ്ങിച്ചിട്ട് വെച്ചോളും. നല്ല എളുപ്പമാണ്, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലൊരു ഹോൾസ് പോലെ കണ്ടില്ല, അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കട്ടെ. നല്ല സ്ലൈസ് ആക്കിയിട്ട് വരുന്നുണ്ട്. ഇതിനപ്പം 0-ൽ ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്ക് കുറച്ച് അതിനെക്കാട്ടി കുറച്ചും കൂടെ കട്ടിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അത് 1-ലിട്ട് കൊടുക്കുക, 2-ലിട്ട് കൊടുക്കുക. പിന്നെ ഓണിയൻ മാത്രമല്ല കേട്ടോ അതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്, എല്ലാതും കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം നമ്മൾ നല്ല ഉരുളങ്കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നില്ലേ, അങ്ങനെയെല്ലാം ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അതിൻ്റെ ഓപ്ഷൻ എല്ലാം ഉണ്ട്. അത് 2 ഞാൻ വേറെ ജസ്റ്റ് കാണിച്ചില്ലേ ബാക്കിൽ ഫസ്റ്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ അതിൽ കട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് വീഡിയോയിൽ നല്ല കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ക്യാരറ്റും ഫ്രഞ്ച് ഫ്രൈസിനൊന്നും കട്ട് ചെയ്യുന്നൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അതിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട നല്ല സ്ലൈസ് ആക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ആയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതിലൊന്ന് കയറി നോക്കിയാൽ മതി. ഇപ്പം നല്ല റേറ്റ് കുറവാണ്, വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളിട്ടാ. ഈ ഒരു ഓഫർ റമദാനിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനിയിപ്പം ചിലപ്പോൾ റേറ്റ് കൂടും. അപ്പോൾ അത് ഹെയർ ഫെയറിൽ ഞാൻ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് പറയുക, ഓയിൽ ഒട്ടും കുടിക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓയിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കൂടുതൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്നായി കിട്ടില്ല. ഒരു 3-4 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം കുറച്ച് ഓയിലൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഇത് എയർ ഫെയറിൽ ഒരു 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് തന്നെ വെക്കുക. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒരു 3 മിനിറ്റെല്ലാം കഴിയുമ്പം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗമല്ലേ ഇങ്ങനെ കരിഞ്ഞ് പോകും കേട്ടോ, പിന്നെ മറ്റേ ഭാഗം വേവുമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 3 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം അതിന് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇംബെക്സിൻ്റെ എയർ ഫെയറാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഒണിയൻ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. 2 വട്ടം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒണിയന്. ബാക്കി ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എളുപ്പം പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചതാണ് ഉള്ളിയെല്ലാം. പിന്നെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പം എടുത്തിട്ടുണ്ട് തന്നെ ആദ്യം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും വെച്ച് കൊടുത്തതാണ്. പിന്നെ നോക്കുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു 9-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതുപോലെ നല്ലോണം മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഒന്നും കരിഞ്ഞിട്ടുമില്ല. പിന്നെ ഓയിലും കൂടുതൽ വേണ്ടല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റ് മാത്രം മതി. ഇനിയിപ്പം ഞാനിത് ഉണ്ടാക്കൽ അലീം ഉണ്ടാക്കുമ്പം അതുപോലെ തന്നെ ഹൈദരാബാദി ദം ബിരിയാണി അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്കിത് എടുക്കട്ടോ. പിന്നെ സ്നാക്സുക്കും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചതാ ഫ്രൈ ചെയ്തിട്ട് ചൂടാറിന് ശേഷം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രീസറിൽ വേണം വെക്കാം, പക്ഷേ ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെക്കുന്നുള്ളത്. പിന്നെ തേങ്ങ അതേപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഇപ്പം നോമ്പിന് നമുക്ക് വേണമല്ലോ കറിയെല്ലാം വെക്കുമ്പം. ഇപ്പം ഇറച്ചിക്കറി ആയാലും വെക്കുമ്പം നമുക്ക് വറുത്തരച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല, പത്തിരിക്കായാലും ഒക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് എയർ ഫെയറിൽ തന്നെ. ഇതിപ്പം ഞാൻ 1.5 ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങൻ്റെ ഒക്കെ അടുത്തുണ്ടായിരിക്കാട്ടോ, എനിക്കറിയില്ല. ഒരു 1.5 ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. തണുപ്പ് പോയതിൻ്റെ ശേഷം ഞാനത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പെരിഞ്ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില വെച്ചിട്ട് അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കിയിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക.
ഞാനിപ്പം ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഒരു കൈപ്പിടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ കാര്യം ആ ഒരു മോൾഡില്ലേ അതിൽ മഞ്ഞൾപ്പൊടി ആവും കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എയർ ഫെയറിൽ വെക്കുന്ന ഒരു മോൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടെ. അത് കുറച്ച് മുന്നേ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ തേങ്ങയും അതേപോലെ തന്നെ എയർ ഫെയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 3 മിനിറ്റ് കഴിയുമ്പം എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഉള്ളിൽ തന്നെ അത് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഓയിലൊന്നും സ്പ്രെഡാക്കി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. തേങ്ങയിൽ പിന്നെ ഓൾറെഡി ഓയിലിൻ്റെ അംശം ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ ഈത്തപ്പഴമില്ലേ അത് വെള്ളത്തിലിട്ടിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതും 2 ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഉപകാരമുള്ളതാണ്. കാര്യം നമ്മൾ ഇവിടെ ജ്യൂസ് എല്ലാം ആക്കുമ്പോൾ പഞ്ചസാര ചേർക്കലില്ല കേട്ടോ. അതിനും പകരം നമ്മൾ ഈത്തപ്പഴം ഒരു 3-4 അങ്ങനെ ചേർക്കലാന്ന്. ചെറിയൊരു മധുരത്തിൽ അങ്ങനെ കുടിക്കലാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ജ്യൂസിനായാലും ഞാൻ കുറച്ച് മുന്നേ തന്നെ ഹെൽത്ത് മിക്സ് പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഞാൻ മുന്നേ കുടിക്കലുണ്ട്. അപ്പം നോമ്പിനെയും കുറച്ച് കൂടുതലെല്ലാം ഇപ്പോൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുവെല്ലാം കളഞ്ഞിട്ട് ഈത്തപ്പഴം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3-4 എടുത്തിട്ട് അങ്ങനെ ജ്യൂസിലിട്ടിട്ട് അങ്ങനെ എടുത്താൽ മതിയല്ലോ. ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ കുരുവെല്ലാം കളഞ്ഞിട്ട് വെച്ചാൽ കഴുകിയിട്ടെല്ലാം വെച്ചാൽ ഒരു 3-4 എടുത്തിട്ട് ആ ഒരു ജ്യൂസ് ആക്കുന്ന ടൈമിൽ മിക്സിയിലിട്ടിട്ട് ആ ഒരു പൊടി ഇട്ടിട്ട് അങ്ങനെ ജ്യൂസാക്കി എടുക്കല. അത് ഞാൻ കാണിക്കട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പിന്നെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. 3 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ നമുക്കറിയാം എത്ര ടൈം വേണം. അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കറിയുന്നല്ലോ ഒരു ക്രിസ്പിയും തേങ്ങ വറുത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പം ആ ഒരു ടൈമിൽ മാറ്റി വെച്ചാൽ മതി. അത് ഞാൻ കാണിക്കാം. പിന്നെ ഒരു ഹെൽത്തി മിക്സ് പൗഡർ ഉണ്ടാക്കി വെക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിനാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇതിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്, ചിയാ സീഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വാൾനട്ട്, ബദാം, പിന്നെ റാഗി അതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പം അതിപ്പം കഴിയാനായിട്ടുണ്ട് കേട്ടോ. 2 വലിയ ബോട്ടിലാക്കിയിട്ട് വെക്കലാണ്. അപ്പോൾ ഇതിപ്പം കുറച്ച് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാം. ഫസ്റ്റത്തെ ആ ഒരു പൊടിയിലേക്ക് കഴിയാനായ അത് ഉണ്ടാക്കി വെക്കുമ്പം ഞാൻ സൺഫ്ലവർ സീഡ് കുരു, അതായത് അതിൻ്റെ തൊലി കളഞ്ഞത് കുരു മാത്രം കിട്ടുന്നില്ലേ, അപ്പം അത് വറുത്തെടുത്തിട്ട് അതാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പംകിൻ സീഡിലെ അതാണ്. ഇത് ഞാൻ ആശിമെന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അത് മുടി കൊഴിച്ചിലെല്ലാം ഏറ്റവും നല്ലതാണ്. എനിക്ക് എന്നിട്ട് മുടി നല്ലോണം ഇപ്പോൾ കൊയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് കണ്ടപ്പം ഇങ്ങനെ കണ്ട് അപ്പോൾ ഞാൻ 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അരഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ വാൾനട്ട്, പിന്നെ എന്ത് സീഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. പിന്നെ കുറച്ച് ബദാം എടുക്കുക. പിന്നെ കുറച്ച് എടുത്താൽ മതി കേട്ടോ. കുറേ കൂടി പോവണ്ട. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരളവിലാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനിത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കട്ടോ. പിന്നെ മക്കാനല്ലേ നമ്മളെ താമരൻ്റെ വിത്ത്, അതും നല്ലതാണ് കേട്ടോ. അത് ഇപ്പം ഞാൻ യൂസ് ആക്കിയിട്ടില്ല. അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കുമ്പം ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇട്ടുകൊടുത്തു ചെറിയൊരു വിത്ത്, അത് ആശാരി എന്നെല്ലാം പറയും കേട്ടോ. ചിയാ സീഡിൻ്റെ പോലത്തെ വേറൊരു കളർ വിത്താണ്. അതിൻ്റെ വേറെ പേര് എനിക്കറിയില്ല. ആശാരി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായി പോകണ്ട. അത് വേറെ തന്നെ ഒരു ചൊയയാണ് കേട്ടോ. ചിലവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ബദാമും ചേർത്ത് കൊടുക്കണം. പക്ഷെ ബദാം ഞാൻ വറുത്ത് വെച്ചതുകൊണ്ട് വറുത്തെടുത്തിട്ടില്ല കേട്ടോ. ബാക്കി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റാഗിയാണ്, റാഗി പൗഡർ. ഇപ്പം ഞാൻ പൗഡറാണ് യൂസ് ആക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊടിച്ച് വെക്കുമ്പോൾ റാഗി തന്നെ വറുത്തിട്ട് അങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് റാഗിപ്പൊടി നല്ലോണം റാഗി വാങ്ങിച്ചതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ പൊടിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റാഗിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാലോ. പിന്നെ അയൺ ഉണ്ടാവാനും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ റാഗി. നമ്മളൊരു ദിവസം കുറച്ചെങ്കിലും 1 സ്പൂൺ, ചിലവർക്കത് പറ്റില്ല, ചിലവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് റാഗി മുളപ്പിച്ചിട്ട് ഉണക്കിയിട്ട്
അങ്ങനെ പൊടിച്ചിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പൊടിച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ റാഗിൻ്റെ പൗഡർ നാട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് അതാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ഒന്ന് മുളപ്പിച്ചിട്ടും കൂടെ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്നും കൂടെ കൂടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കുക. അതിൽ ചെറുപയർ മുളപ്പിച്ചത് ഉണക്കിയിട്ട് അതും പൗഡറാക്കി ചേർത്ത് അതും ചേർക്കുക. അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പം റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ റോസ്റ്റാക്കി എടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതി. പിന്നെ ഒട്ടും കരിഞ്ഞു പോകരുതിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഒരു ആവി ഇങ്ങനെ വരും, എല്ലാം ചൂടായി കണ്ടാൽ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ഒരു ആവി വരും. ആ ഒരു ടൈമിൽ തീ ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് ചൂടാറട്ടെ. പിന്നെ ആദ്യം റോസ്റ്റാക്കി വെച്ചില്ലേ നട്ട്സും സീഡും ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ചില്ലേ റോസ്റ്റാക്കി വെച്ചില്ലേ പൗഡർ, റാഗി പൗഡർ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കട്ടോ. ഇത് ഞാൻ പതുക്കെ പറയുന്നത് എന്താണെന്നറിയോ, അപ്പോൾ അത് അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പതുക്കെ വോയിസ് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് കേൾക്കുന്ന എന്തെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് സ്വകാര്യം പറയുന്നതെല്ലാം അപ്പുറത്ത് ഫാദർ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സ് ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. നമുക്ക് ഇത് 2 സ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ തൈരാണ് കേട്ടോ കൂടുതൽ ഇടൽ. അല്ലാന്നുണ്ടെങ്കിൽ പാലാ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് 2 ഈത്തപ്പഴം ഇട്ടിട്ട് അങ്ങനെ ജ്യൂസാക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞാലില്ലേ വയറും നല്ല ഫില്ലാവും. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ അജ്മാൻ ഭാഗത്തൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ്, നിങ്ങൾക്ക് ടൈമില്ലാണ്ടാക്കാനൊന്നും ടൈമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പം എൻ്റെ ഇൻസ്റ്റ ID ഫാസല്ലോ എന്നാണ്. അപ്പോൾ അതിലൊന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി തരട്ടെ ഇൻഷാല്ലാ. ഞാനിപ്പോൾ ഇത് 2-3 ആൾക്കാർക്കെല്ലാം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ എൻ്റെ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചില്ലേ ആ ഒരു മിക്സും ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം പൊടിച്ചിൽ ബദാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കുറച്ചല്ലേ പൗഡറുള്ളൂ. പിന്നെ ബദാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലും റാഗി പൗഡറാണ്. അപ്പം അത് നമുക്കൊരളവുണ്ട്, കുറച്ച് നല്ലോണം കൂടാൻ പാടില്ല കേട്ടോ ഫ്ലെക്സീഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചേർത്തെടുക്കാനായിട്ട്. പിന്നെ ആദ്യം ഞാൻ പൊടിച്ച് വെച്ചില്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റാഗി പൗഡർ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു വറുത്ത് വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തത് ഞാൻ ഇതിലേക്ക് തന്നെ പൊടിച്ചത് ചേർത്ത് കൊടുത്തില്ലേ, അത് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ, അതിൽ സൺഫ്ലവർ സീഡായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. ഇപ്പം ഞാൻ പംകിൻ സീഡ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം മൊത്തത്തിൽ അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. മിക്സിങ്ങിലാണ് നമ്മൾ ഒന്നിൽ ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ബദാം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ ഇതുപോലെ ഒരു 3 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. എന്നാലാണ് മൊത്തത്തിൽ ഇങ്ങനെ മിക്സായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഞാൻ ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കും. എന്നിട്ട് നമ്മളെപ്പോഴും യൂസ് ആക്കുന്ന ഒരു ബോക്സ് ഞാൻ പുറത്ത് വെച്ചിട്ട് ബാക്കി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പുറത്ത് വെക്കലാണ്. ഓരോന്ന് കഴിയുമ്പോൾ അങ്ങനെ പുറത്ത് വെക്കലാണ്. പുറത്ത് വെച്ചത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്തിട്ട് പുറത്ത് വെക്കലാണ്. അങ്ങനെയായിട്ട് യൂസ് ആക്കൽ. അപ്പോൾ ബോട്ടിലാക്കിയിട്ട് ചൂടാറിയതിൻ്റെ ശേഷം, അതായത് മിക്സിൻ്റെ ജാറിൽ നമ്മൾ ഇട്ടടിക്കുമ്പോൾ കുറച്ച് ചൂടാവും. ചൂടാറിയതിൻ്റെ ശേഷം മാത്രം ഇതുപോലെ നല്ല ഉണങ്ങിയ ജാറിലിട്ടിട്ട് വെക്കട്ടോ. തീരെ ഒട്ടും വെള്ളം പാടില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു കണ്ടെയ്നറിൽ കണ്ടില്ല, അത് ഞാൻ പുറത്ത് വെക്കും. ബാക്കി 2 എടുത്തിട്ട് ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ തേങ്ങ ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം ഇത് ചൂടാറിയതിന് ശേഷം
ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്നത്. പുറത്ത് വെച്ചാലും ഇത് കുഴപ്പം വരില്ല കേട്ടോ. കാര്യം നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്, നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനും മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷാക്കുക. തേങ്ങ അരച്ചതില്ലേ ഒന്ന് ക്രഷാക്കി കൊടുക്കുക. തേങ്ങ ചിരണ്ടിയത് ഒന്ന് ക്രഷാക്കി കൊടുക്കാം. അപ്പം എല്ലാം ഒരേ ലെവലാവും. അപ്പോൾ എന്നിട്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്നാവും. എന്താ വെച്ചാൽ നല്ല പൊടിച്ചിട്ടല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പം തേങ്ങ ചിരണ്ടിയത് കിട്ടിയത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താന്ന് കേട്ടോ. ഇനിയിപ്പം ഇത് ചൂടാറിയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് വെക്കട്ടെ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇങ്ങനെ കയ്യിലിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകും. ഉള്ളി അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണിയെല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാനും ഓയിലില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാനും ഒക്കെ ഏറ്റവും നല്ല ഓപ്ഷനാണ് കേട്ടോ എയർ ഫ്രയർ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പറക്കുന്ന ടൈമിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഞാൻ പോള അതുപോലെ തന്നെ ഓയിലില്ലാത്ത ഓയിൽ ഫ്രീ ആയത് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് അതെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ആക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് പണികൾ തീർത്തിട്ട് കിച്ചണിൽ നിന്ന് വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലും കിച്ചണിൽ യൂസ് ആക്കാതെ നമ്മൾ പണികൾ കൂടുതൽ എടുക്കാതെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നല്ലോണം ടൈം കണ്ടെത്തുക. അപ്പം പ്രത്യേകം പിന്നെ പറയാനുള്ളത് എല്ലാവരും ദുആ ചെയ്യുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.